Hi students, welcome back. Today we are going to discuss the characteristics of enzyme catalysis. Okay, what are the characteristics of enzyme catalysis? Let us see. Most highly efficient. Enzymes are most highly efficient. One molecule of an enzyme may transform 1 million molecules of the reactant per minute. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ 1 മില്യൺ മോളിക്യൂൾസ് ഓഫ് ദി റിയാക്റ്റൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 1 മോളിക്യൂൾ ഓഫ് എൻസൈം മതി. ഓക്കെ, ദെൻ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് നന്നായിട്ട് പഠിച്ചിട്ട് ബാക്കി നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പറയാം. വൺ കാറ്റലിസ്റ്റ് കനോട്ട് കാറ്റലൈസ് മോർ ദാൻ വൺ റിയാക്ഷൻ. ഒരു കാറ്റലിസ്റ്റ് മോർ ദാൻ വൺ റിയാക്ഷൻ ഒരിക്കലും കാറ്റലൈസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ദി എൻസൈം യുറേസ് catalyzes the hydrolysis of urea only. യൂറിയനെ നമ്മൾ പഠിച്ചാണ്. യൂറിയനെ ഹൈഡ്രോളിസ് ആൻഡ് യുറൈസ് എന്ന് പറയുന്ന കാറ്റലിസ് ആണ് യൂസ് ചെയ്യുന്നത്, എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂറിയനെ ഹൈഡ്രോളിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് യുറൈസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എനി അതർ അമൈഡ്. വേറൊരു അമൈഡിൻ്റെ ഹൈഡ്രോളിസിന് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, വൺ കാറ്റലിസ്റ്റ് കനോട്ട് കാറ്റലൈസ് മോർ ദാൻ വൺ റിയാക്ഷൻ. In example, the enzyme urase catalyze the hydrolysis of urea only. Ini highly active under optimum temperature. Okay, the rate of an enzyme reaction become maximum at a definite temperature called the optimum temperature. അപ്പോൾ നമ്മുടെ എൻസൈം റിയാക്ഷൻ മാക്സിമം ആകുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. ദാറ്റ് ഡെഫിനിറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് optimum temperature. ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഒപ്റ്റിമം ടെമ്പറേച്ചർ ദി എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഒപ്റ്റിമം ടെമ്പറേച്ചർ ദി എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. ദി ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ദി എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് 298 to 310 കെൽവിൻ. അതാണ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി 310 കെൽവിനാണ്. ഓക്കെ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ബീയിങ് 310 കെൽവിൻ ഈസ് സ്യൂട്ടഡ് ഫോർ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ. കണ്ടോ, ഒരു എൻസൈം ആക്ടിവിറ്റിക്ക് വേണ്ട ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 to 310 കെൽവിനാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 310 കെൽവിനാണ്. അപ്പോൾ അത് നമ്മുടെ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷന് സ്യൂട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ അത്. ഇനി ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. ദി റേറ്റ് ഓഫ് ആൻ എൻസൈം കാറ്റലിസ്റ്റ് The rate of an enzyme catalyzed reaction is maximum at a particular pH called the optimum pH, which is between pH value 5 to 7. അപ്പോൾ നമ്മുടെ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷന് ഒരു പർട്ടിക്കുലർ pH വേണം. അപ്പം എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ മാക്സിമം ആകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ pH, ദാറ്റ് pH ഈസ് നോൺ ആസ് ഒപ്റ്റിമം pH. ദാറ്റ് ഒപ്റ്റിമം pH വാല്യൂ ലൈസ് ഇൻ ബിറ്റ്വീൻ 5 to 7. വാല്യൂസ് 5 to 7 ആണ്. ഓക്കെ, അപ്പോൾ 5 to 7 ആണ് നമ്മുടെ ഒപ്റ്റിമം pH വാല്യൂ. ഓക്കെ, ദെൻ ഇൻക്രീസ് ദി ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോഎൻസൈംസ്. ദി എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൺ സബ്സ്റ്റൻസസ് നോൺ ആസ് കോഎൻസൈംസ്. അപ്പോൾ നമ്മുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ആകുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് സർട്ടൺ സബ്സ്റ്റൻസ്. ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് കോഎൻസൈംസ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് വെൻ സ്മോൾ non-protein is present along with an enzyme, the catalytic activity is enhanced considerably. A small non-protein, that is known as vitamin, is present along with an enzyme, the catalytic activity is enhanced considerably. Activators are generally metal ions such as Na+, Mn2+, CO2+, Cu2+, etc. അതാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് Na+, Mn2+, CO2+, Cu2+ ആണ്. These metal ions, when weakly bonded to enzyme molecules, increases their catalytic activity. കേട്ടോ, ഈ മെറ്റൽ അയോൺസ് എൻസൈം മോളിക്യൂൾസുമായിട്ട് വീക്ക്ലി ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കറ്റാലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ആകും. അമിലൈസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്, ദാറ്റ് മീൻസ് Na+ അയോൺ ആർ കറ്റാലിറ്റിക്കലി വെരി ആക്റ്റീവാണ് അമിലൈസ് എന്ന് പറയുന്നത്. അമിലൈസ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് Na+, സോഡിയം ക്ലോറൈഡിൽ Na+ അയോൺസുമായിട്ട്, അതാണ് Na+ അയോൺ അവിടുത്തെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ആക്ടിവേറ്ററുമായിട്ട് വീക്ക്ലി ബോണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് കറ്റാലിറ്റിക്കലി വെരി ആക്റ്റീവാണ്. അമിലൈസ് ഇൻ പ്രസൻസ് ഓഫ് NaCl, ദാറ്റ് ഈസ് Na+ അയോൺസ് ആർ കറ്റാലിറ്റിക്കലി വെരി ആക്റ്റീവ്.
Influence of inhibitors and poisons. Like ordinary catalyst, enzymes are also inhibited or poisoned by the presence of certain substance. ഇപ്പോൾ നമ്മുടെ ഓർഡിനറി കാറ്റലിസ്റ്റ് പോലെ തന്നെ എൻസൈംസും ഓൾസോ ഇൻഹിബിറ്റഡ് ഓർ പോയിസൺ ബൈ ദി പ്രസൻസ് ഓഫ് സർട്ടൺ എൻസൈംസ്. ഓക്കെ, ദി ഇൻഹിബിറ്റേഴ്സ് ഓർ പോയിസൺസ് ഇൻ്ററാക്ട് വിത്ത് ദ ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ ദ എൻസൈം സർഫേസ്. കണ്ട, ഇൻഹിബിറ്റേഴ്സ് ഓർ പോയിസൺസ് എന്താ ചെയ്യുന്നത്? ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ ദ എൻസൈം സർഫസ്. എൻസൈം സർഫസിൻ്റെ ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇൻ്ററാക്ട് ചെയ്യും. എന്നിട്ട് reduce or completely destroy the catalytic activity of the enzymes. എൻസൈംസിൻ്റെ കറ്റാലിറ്റിക് ആക്ടിവിറ്റീനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. The use of many drugs is related to their action as enzymes inhibitors in the body. Okay, the use of many drugs is related to their action as enzyme inhibitors in the body. അപ്പോൾ പല ഡ്രഗ്സും യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബോഡിയിലെ എൻസൈം ആക്ഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻസൈമിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ചില ഡ്രഗ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻസൈം കറ്റാലിസിസ്. മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്, ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ, ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ, highly active under optimum pH, increasing activity in the presence of activators and coenzymes, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയിസൺസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഹെഡിങ് നന്നായിട്ട് പഠിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പറയാൻ ശ്രമിക്കുക. ഇനി മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. There are a number of cavities present on the surface of a colloidal particles of enzymes. Colloidal particles of enzymes-ൻ്റെ സർഫസിൽ number of cavities ഉണ്ട്. These cavities are of characteristic shape and possess active group such as NH2, COH, SHOH, etc. കണ്ടോ? അപ്പോൾ ഈ ക്യാവിറ്റീസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ ആ ക്യാവിറ്റിയിൽ ആക്റ്റീവ് ഗ്രൂപ്പായ NH2, COH, SHOH ഇങ്ങനത്തെ ആക്റ്റീവ് ഗ്രൂപ്പുകളുണ്ടായിരിക്കും. ഓക്കെ, ദീസ് ആർ ആക്ച്വലി ദി ആക്റ്റീവ് സെൻറ്റേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി എൻസൈം പാർട്ടിക്കിൾസ്. എൻസൈം പാർട്ടിക്കിൾസിൻ്റെ സർഫസിലുണ്ടാകുന്ന ആക്റ്റീവ് സെൻറ്ററാണ് ഈ പാർട്ടെന്ന് പറയുന്നത്. ഏത്? നമ്മുടെ ഈ ആക്റ്റീവ് ഗ്രൂപ്പുള്ള പാർട്ടാണ് നമ്മുടെ എൻസൈം സർഫസിൻ്റെ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. ദി മോളിക്യൂൾസ് ഓഫ് ദി റിയാക്റ്റൻ്റ് വിച്ച് ഹാവ് ദി കോംപ്ലിമെൻ്ററി ഷേപ്പ്. കോംപ്ലിമെൻ്ററി ഷേപ്പുള്ള റിയാക്റ്റൻ്റ് മോളിക്യൂൾ ഫിറ്റ് ഇൻ ടു ദിസ് ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിലേക്ക് വന്ന് ഫിറ്റാകും. ജസ്റ്റ് ലൈക്ക് എ കീ ഫിറ്റ് ഇൻ ടു ദ ലോക്ക്. കീക്കകത്ത് ലോക്ക് ഫിറ്റാകുന്നത് പോലെ തന്നെ റിയാക്റ്റൻ്റ് മോളിക്യൂൾ വിച്ച് ഹാസ് ദ കോംപ്ലിമെൻ്ററി ഷേപ്പ് ഓഫ് ദ enzymes fit into this cavity just like a key fit into the lock. On account of the presence of the active group, an activated complex is formed. നമുക്കറിയാം ക്യാവിറ്റിക്കുള്ളിൽ ആക്റ്റീവ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ഗ്രൂപ്പ് ഈ റിയാക്റ്റൻ്റ് മോളിക്യൂൾസുമായിട്ട് ചേർന്നിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും, വിച്ച് ദെൻ ഡീകമ്പോസസ് ടു yield ദ പ്രോഡക്റ്റ്. അത് ഡീകമ്പോസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇത് നോക്കിക്ക്, ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ്, ഇതാണ് നമ്മുടെ എൻസൈം എന്ന് പറയുന്നത്. കണ്ടോ, എൻസൈംസ് നോക്കിക്കേ, അവരുടെ ക്യാവിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കേ, കീയും ലോക്കും പോലുള്ള അറേഞ്ച്മെൻ്റ് അല്ലേ എന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു കണ്ടോ, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് രണ്ടും നോക്കിക്കേ, കോംപ്ലിമെൻ്ററി ആണ്. ഇപ്പം നമ്മുടെ എൻസൈംസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഷേപ്പാണ് ഇതിനുള്ളത്, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ്. ഇത് കീ ആൻഡ് ലോക്ക് ഫിറ്റ് ആകുന്നത് പോലെ ഫിറ്റാകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് എൻസൈമും അതുപോലെ തന്നെ പ്രോഡക്റ്റുമായിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ മേ ബി കൺസിഡർഡ് ടു പ്രൊസീഡ് ഇൻ 2 steps. First step means a binding of enzyme to substrate to form an activated complex. Second, enzyme that is C, substrate means that S, then we will get E star. Okay, that is a fast reaction. Decomposition of the activated complex to form product E star is converted to E plus and P. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പറയാൻ പഠിക്കുക. ഇനി നമുക്ക് കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി, നമുക്കതിലെ പ്രോസസ്സും അതുപോലെ തന്നെ സം ഇൻഡസ്ട്രിയൽ കാറ്റാലിറ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്, ഹെർബേർട്സ് പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് അമോണിയ, N2+3H2 gives 2NH3.
Catalyst finely divided iron molybdenum as promoter. Finely divided iron ആണ് catalyst എന്ന് പറയുന്നത്. molybdenum as the promoter. Condition 200 bar pressure and 723 to 773 Kelvin temperature. Nowadays a mixture of iron oxide, potassium oxide and alumina is used. Okay. ഇനി ഓസ്റ്റ്വാൾഡ് പ്രോസസ് മീൻസ് ദാറ്റ് ഈസ് ദ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആണ്. അമോണിയ പ്ലസ് ഓക്സിജൻ ഗീവ്സ് നൈട്രിക് ഓക്സൈഡ് പ്ലസ് വാട്ടർ. നൈട്രിക് ഓക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് നൈട്രിക് ആസിഡ്. പ്ലാറ്റിനസ് ആസ്പെറ്റോസ് ടെമ്പറേച്ചർ 573 Kelvin. കോണ്ടാക്ട് പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. 2SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. SO3 plus H2SO4 gives H2S2O7, that is known as oleum. H2S2O7 react with the water molecules, then we will get desired concentration of sulfuric acid. Platinized asbestos or vanadium pentoxide at a temperature of about 673 to 723 Kelvin. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഭാഗം നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി നമുക്ക് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്. A colloid is a heterogeneous system in one substance is dispersed as very fine particles in another substance, that is called a dispersion medium. Colloid is a heterogeneous system in which one substance is dispersed. അതിനകത്ത് ഒരു സബ്സ്റ്റൻസ് ഡിസ്പേഴ്സ് അതിനാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പേഴ്സൺ മീഡിയം. അപ്പോൾ കൊളോയിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേഴ്സൺ മീഡിയവും ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോവിങ് ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ, ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സൺ മീഡിയം. Nature of the interaction between the dispersed phase and dispersion medium. Type of particles of the dispersed phase. അപ്പോൾ colloids are classified on the basis of the following criteria. Physical state of dispersed phase and dispersion medium. Nature of interaction between dispersed phase and dispersion medium. Type of particles of the dispersed phase. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കൊളോയിഡിയൽ സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്. വട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളോയിഡിയൽ സിസ്റ്റം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൺ മീഡിയവും ടൈപ്പ് ഓഫ് കൊളോയിഡും എക്സാമ്പിളും തന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പഠിക്കണം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉള്ളതുകൊണ്ട് എന്ത് ചോദിച്ചാലും നമ്മളത് പറയാൻ റെഡി ആയിരിക്കണം. സോളിഡ്, 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 സോൾ. കണ്ടോ, സം കളേർഡ് ഗ്ലാസസ് ആൻഡ് ജേം സ്റ്റോൺസ്. അതുപോലെ സോളിഡ് ലിക്വിഡ് എന്ന് പറയുന്ന സോളാണ്. ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളാണ്. പെയിൻറ്റ്, സെൽ ഫ്ലൂയിഡ്സ്. സോളിഡ് ഗ്യാസ് എയറോസോളാണ്. സ്മോക്ക് ഡസ്റ്റ്. ലിക്വിഡ് സോളിഡ് ജെല്ലാണ്. ചീസ്, ബട്ടർ, ജെല്ലീസ്. ലിക്വിഡ് എമൽഷൻസ് ആണ്. മിൽക്ക്, ഹെയർ ക്രീം. ലിക്വിഡ് ഗ്യാസ് എയറോസോളാണ്. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്. ഇൻസെക്ടിസൈഡ് സ്പ്രേസ്. ഇൻസെക്ടിസൈഡ് സ്പ്രേ ആണ്. ഗ്യാസ് സോളിഡ്, സോളിഡ് സോൾ. പ്യൂമിക് സ്റ്റോൺ, ഫോം, റബ്ബർ. ഗ്യാസ് ലിക്വിഡ് എന്നുള്ള ഫോമാണ്. ഫ്രോത്ത്, വിപ്ഡ് ക്രീം ആൻഡ് സോപ്പ് ലാത്തർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചിരിക്കണം. ഇനി അടുത്തത്, ഇനി നമുക്ക് മെനി ഫെമിലിയർ കൊമേഴ്സ്യൽ പ്രോഡക്ട്സ് ആൻഡ് നാച്ചുറൽ ഒബ്ജക്ട്സ് ആർ കൊളോയിഡ്സ്. ഫോർ എക്സാമ്പിൾ വിപ്ഡ് ക്രീം ഈസ് എ ഫോം. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഔട്ട് ഓഫ് ദി വേരിയസ് ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് ദി മോസ്റ്റ് കോമൺ ആർ സോൾസ് ആണ്. സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആണ്. അതുപോലെ ജെല്ല് ആൻഡ് എമൽഷൻസ്. അപ്പോൾ സോളും ജെല്ലും എമൽഷനുമാണ്. Okay, however, in the present unit, we shall take up the discussion of salts and emulsions only. Further, it may be mentioned, if the dispersion medium water ആണെങ്കിൽ the sol is called aquasol or hydrosol. Dispersion medium water ആണെങ്കിൽ the sol is called aquasol or hydrosol. And if the dispersion medium is alcohol, it is called alkosol. Okay? Okay, guys, study up to here. In the remaining topic, we can study in the next class.